കോവളത്ത് കിടക്കുന്ന 99% ആൾക്കാർക്കും അറിഞ്ഞിടാത്തൊരു സ്ഥലമാണിത്. സൈലൻറ്റ് വാലി സൺബാത്ത് പാർക്ക്. കോവളമൊന്നല്ല, ആക്ച്വലി കേരള ടൂറിസം വരെ ഇതിനെക്കുറിച്ച് മറന്നു. ഞാനൊരു ആവശ്യത്തിന് കോവളത്ത് പോയപ്പോഴത്തേക്ക് ആക്സിഡൻ്റലി കണ്ടതാണിത്. അപ്പം ഐ വാസ് സോ ക്യൂരിയസ്. അപ്പം ഞാൻ അതിനകത്തോട്ടൊന്ന് നടന്നു. അപ്പം ഞാൻ കണ്ട കാഴ്ചകളാണിത്. വാട്ട് ദി ഫക്ക് അല്ലേ. ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു. ആക്ച്വലി കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ പോലും ഇതില്ല. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ഒരു ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ചുമ്മാ പൈസ വെട്ടിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ട് പോയി എന്ന്. പിന്നെന്താ, ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഏതോ ഒരു ചാനൽ ഇതിനെക്കുറിച്ചൊരു വാർത്ത കാണിച്ചു. അതായത് കൊറോണ സമയത്ത് ഉണ്ടാക്കിയ പ്രോജക്റ്റാണ്. അറൗണ്ട് 5-6 കോടി രൂപയ്ക്ക് മുകളിലായി. അതായത് നമ്മുടെ ടാക്സ് പൈസയാണ്. അപ്പോൾ അന്നുണ്ടാക്കിയ ഒരു സംഭവമാണ്. പിന്നെ അതിന് ശേഷം ഇത് ഏറ്റെടുത്ത് നടത്താൻ ആരും വന്നില്ല. പിന്നെ അതേപോലെ തന്നെ പ്ലംബിങ്ങും ഇലക്ട്രിക്കും വർക്കൊന്നും നടന്നില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ഇതൊരു ഹൊറർ ടൂറിസം, അല്ലെങ്കിൽ ഒരു മണിച്ചിത്രത്താഴ് വൈബില്ലേ, അതാണ് അവിടെ. വേണ്ട കുളമുണ്ട്, എന്തൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ച് വല്ല ബോഡി വല്ലതും കാണുന്നകത്ത്. സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പറന്നു. ഞാനങ്ങ് നടന്ന് ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഫുള്ളൊരു വീഡിയോ എടുത്തേനെ. ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. സൺ ബാത്ത് സൈലൻറ്റ് വാലി പാർക്ക്. ഇത് ആരുടെ തലേന്നാണോ ഇതെല്ലാം പിടച്ച് വരുന്നത്? പക്ഷെ വേറൊരു കാര്യം പറയട്ടല്ലോ, അടിപൊളി കൺസെപ്റ്റ് ആയിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ആസ് യൂഷ്വൽ എന്താ പറഞ്ഞാൽ നേരെ എല്ലാം ഉദ്ഘാടനം ചെയ്യാനും ഉണ്ടാക്കാനും നമുക്ക് പറ്റും. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ള എന്താ പറഞ്ഞാൽ നട്ടലുള്ള ഉദ്യോഗസ്ഥരുമില്ല, മന്ത്രിമാരുമില്ല. നമ്മുടെ എന്താ പറഞ്ഞാൽ മുഹമ്മദ് റിയാസ് സാറാണ് ടൂറിസം മിനിസ്റ്റർ. അറിയാം കോവളത്തിൻ്റെ അവസ്ഥ അറിയാം. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്നില്ല. കോവളം ബീച്ചിൻ്റെ അവസ്ഥ അറിയാം, സമുദ്ര പാർക്കിൻ്റെ അവസ്ഥ അറിയാം, ശംഖുമുഖത്തിൻ്റെ അവസ്ഥ അറിയാം. മൊത്തം ശോകമാണ്. ഇതൊക്കെ കണ്ട എന്തിനാണോ എന്തോ നമ്മുടെ പൈസ ഇങ്ങനെ എടുത്ത് ചിലവാക്കി കളയണത്. പറ്റൂലെങ്കിൽ ഇത് വില കുറച്ച് വല്ല പ്രൈവറ്റ് കമ്പനിക്കാർക്ക് കൂട്, അവരെങ്കിലും നോക്കി നടത്തത്തില്ലേ? ഇതിൻ്റെ തൊട്ടടുത്താണ് ടൂറിസം ഇൻഫർമേഷൻ സെൻറ്റർ. ഞാൻ അവിടെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയപ്പോൾ അത് അടഞ്ഞു കിടക്കുക വെള്ളിയാഴ്ചയായിട്ട്. അപ്പോൾ ശരി, ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.